നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഏകാധിപത്യ നെറുകേടുകൾ വീണ്ടും ലോക രാഷ്ട്രീയത്തിനെ ആശങ്കയിലാഴ്ത്തിയിരിക്കുക. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയുടെ ഭരണകൂടത്തിനെ വീഴ്ത്തിയതിനു ശേഷം US അതിന്റെ സൈനിക വ്യാപന പ്രവർത്തനങ്ങളെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയതിനു പിന്നാലെ US സൈന്യം കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച മുതൽ വൻതോതിൽ യുഎസിന്റെ സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 14C-17 ഗ്ലോബ് മാസ്റ്റർ 3 കാർഗോ ജെറ്റുകളും 2 സായുധ AC-130J ഗ്ലോസ്റ്റർ റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട്. ബ്രിട്ടനിലെ വ്യോമസേന ശക്തി കച്ചവട കേന്ദ്രങ്ങളിലേക്കുള്ള വലിയ സൈനിക വിമാനങ്ങളുടെ വിമാനമിറക്കലുകൾ റഷ്യക്കെതിരെ തീവ്രമായ ഒരു സൈനിക നീക്കം നടക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം ട്രംപിന്റെ രാഷ്ട്രീയ ആക്രമണപരമായ സ്വഭാവത്തെയും ലോക സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന ഭീഷണികളെയും വീണ്ടും വ്യക്തമാക്കുകയാണ്. ലാൻഡ് ചെയ്തിരിക്കുന്ന ഗോസ്റ്റ് റൈഡറിന് പീരങ്കികൾ, ബോംബുകൾ, മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുണ്ട്. ഗ്ലോബ് മാസ്റ്ററിൽ എത്തിച്ചതായി കരുതുന്ന 5 MH-60M ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒരു MH-47G ചിനൂക്കും ബ്രിട്ടീഷ് ഹാങ്കറുകളിൽ എത്തിച്ചതായും റിപ്പോർട്ടുകൾ പറയും. UK പ്രധാന പ്രതിരോധ സുരക്ഷാ പങ്കാളിയാണ് US. ബുധനാഴ്ച വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു സൈനിക സജ്ജീകരണം നടത്തിയതെന്നും സൂചനയുണ്ട്. നാറ്റോ സ്റ്റാറ്റസ് ഓഫ് ഫോഴ്സ് എഗ്രിമെന്റ്, വിസിറ്റിംഗ് ഫോഴ്സ് ആക്ട് തുടങ്ങിയ നിരവധി ദേശീയ രാജ്യാന്തര കരാറുകൾക്ക് കീഴിലാണ് UKയിൽ USന്റെ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. ട്രംപിന്റെ ഈ സൈനിക നീക്കം അതീവ പരമാധികാരത്തിലേക്കുള്ള അത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ കടന്നുകയറ്റത്തിന്റെ തെളിവാണ്. ഭീഷണി സൃഷ്ടിക്കുന്ന രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാനുള്ള തീരുമാനത്തിൽ എളുപ്പമെത്തുന്ന അവസ്ഥ ആഗോള സമാധാനത്തെ ഗുരുതരമായി ബാധിക്കും. റഷ്യയുടെ സമാനമായ നീക്കങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ US സൈനിക ശക്തി ബ്രിട്ടനിലേക്ക് നട്ടുവളർത്തുന്നത് തീവ്രമായ ഒരു ഭീഷണി സൃഷ്ടിക്കുന്നതായാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. ഇത്തരത്തിലുള്ള നീക്കം യുദ്ധസാധ്യതകളുടെ വാതിൽ തുറക്കുന്നതോടെ ആഗോള സാമ്പത്തികം, രാഷ്ട്രാന്തര ബന്ധങ്ങൾ, ജനജീവിതം എന്നിവയ്ക്ക് ഗൗരവകരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകും. ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ റഷ്യയും മറ്റു വിപണികളും ഉൾപ്പെടുന്ന ആഗോള എണ്ണ വിപണിയിലും സാമ്പത്തിക മേഖലയിലും തിരിച്ചടി ഉണ്ടാക്കും. എണ്ണയുടെ വില ഉയരുന്നു, പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നു, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ആശങ്കകൾ കടുത്ത വ്യാപനമുണ്ടാക്കുന്നു. ഇതിനു പിന്നാലെ ഭക്ഷ്യസുരക്ഷയിലും പ്രതിസന്ധി ഉരുത്തിരിഞ്ഞേക്കാം. കാരണം റഷ്യയും യുക്രൈനും പ്രധാന ഭക്ഷ്യ ഉൽപാദക രാജ്യങ്ങളായതിനാൽ ഇവിടത്തെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടസ്സപ്പെടാനും ഇടയുണ്ട്. ആഗോള സമാധാനത്തെയും സുരക്ഷയെയും പൊള്ളിക്കുന്ന സൈനിക നീക്കം ജനജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്നു. യൂറോപ്പിലെ റഷ്യ US സൈനിക പ്രതിസന്ധി, സൈനിക ശക്തി സംയോജനം, സൈനിക അനുകൂല പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ സുരക്ഷാ ഭയം വർദ്ധിപ്പിക്കുന്നു. ബ്രിട്ടനിലെ സൈനിക ക്യാമ്പുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇത് കൂടുതലായി അനുഭവിക്കുന്നു എന്ന് വേണം പറയാൻ. യാത്രാ സൗകര്യങ്ങൾ, തൊഴിൽ മേഖല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകും. ട്രംപിന്റെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണ ചട്ടങ്ങളും നിർബന്ധിക്കുന്ന ഒരു പാരമ്പര്യത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. റഷ്യയെ നേരിട്ട് ലക്ഷ്യമിട്ട് സൈനിക നീക്കം നടത്തുന്നത് ഐക്യരാഷ്ട്ര സഭാ കരാറുകളും അന്താരാഷ്ട്ര നിയന്ത്രണ സംവിധാനങ്ങളും മറികടക്കുന്നതിന്റെ അടയാളമാണ്. ഇതിന് പിന്നിൽ ആഗോള ശക്തി സമത്വം തകർന്നു പോകുന്നതിന്റെ അപകടം കൂടി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആന്തരിക രാഷ്ട്രീയവും വ്യവസായവും ഇതിലൂടെ പ്രതിസന്ധിയിലാകുമെന്നും ഉറപ്പാണ്. ട്രംപിന്റെ നീക്കം അടിയന്തരമായ അപായത്തിന്റെ സൂചനയാണ് എന്ന് വേണം വിലയിരുത്താൻ. രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക മത്സരങ്ങൾ ലോകത്തെ സായുധവാദം, സാമ്പത്തിക പ്രതിസന്ധി, ഭീതിയുള്ള അന്തരീക്ഷം എന്നിവയിൽ അടിമപ്പെടുത്തും. ഇങ്ങനൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഭവനശേഷി, സാമ്പത്തിക ക്ഷീണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയുടെ തുടർച്ചയായ പ്രതിഫലനങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കും. ട്രംപിന്റെ റഷ്യക്കെതിരെയുള്ള നീക്കങ്ങൾ ലോക സമാധാനത്തിനും ആഗോള സാമ്പത്തിക സ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾ ബ്രിട്ടനിൽ വർദ്ധിക്കുന്നത് സൈനിക ശക്തിയുടെയും ഭീഷണിയുടെയും തീവ്രതയുടെയും വർധനവിന്റെ അടയാളമാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയെ ലംഘിക്കുകയും ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയും ചെയ്യും. ട്രംപിന്റെ റഷ്യയെ നോട്ടമിട്ടുകൊണ്ടുള്ള സൈനിക നീക്കം ലോക സമാധാനത്തെ കൈയടക്കാനുള്ള ഒരു വ്യക്തിപരമായ ശ്രമമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഭാവി തലമുറയ്ക്കുള്ള ഉത്തരവാദിത്വങ്ങൾക്കും മുൻപിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറും. സാമ്പത്തിക പ്രതിസന്ധിയും ജനജീവിതത്തിലെ പ്രതിസന്ധിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും എന്നിവ ട്രംപിന്റെ സൈനിക ആഗ്രഹത്തിന്റെ പ്രത്യാഘാതങ്ങളായി മാറും. ലോകം ഇപ്പോൾ അതിനാൽ തന്നെ ഭയത്തിന്റെ നിഴലിൽ മുങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്.